വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് കേരള സ്റ്റോറി നമ്മുടെ സെൻസർ ബോർഡിന്റെ അനുവാദത്തോടു കൂടി അതിന്റെ സർട്ടിഫിക്കറ്റ് നേടി നിയമാനുസൃതം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏകദേശം 30 കോടി രൂപയുടെ ബഡ്ജറ്റിലുള്ള സിനിമ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം മറ്റ് പല സിനിമകളും വളരെ പിന്നോട്ട് പോയപ്പോഴും വലിയ തോതിലുള്ള ബോളിവുഡ് നായകന്മാർ അഭിനയിച്ച സിനിമകളൊക്കെ വലിയ തോതിൽ പരാജയപ്പെട്ടപ്പോഴും കേരള സ്റ്റോറിയെ ജനങ്ങൾ ഏറ്റെടുത്തു. അത് 250 കോടിയോളം രൂപ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രം, ഇന്ത്യൻ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടുകയുണ്ടായി. അതൊരു റെക്കോർഡായിരുന്നു. സത്യത്തിൽ ആ സമയത്ത് ഒരു റെക്കോർഡ് തന്നെയായിരുന്നു. അതിന്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ, അത് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി അവരുടെ ചുറ്റുപാടും നടന്ന സംഭവങ്ങളെ വളരെ മനോഹരമായിട്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒട്ടും അതിശയോക്തിയോ അതിഭാവുകത്വമോ ഇല്ലാതെ അത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അത് വളരെ ഭംഗിയായി അതിന്റെ എല്ലാ രംഗത്തും, അതിന്റെ സംവിധാന മികവ്, അതിന്റെ ഫോട്ടോഗ്രാഫി, എല്ലാ രംഗത്തും തികവുറ്റ ഒരു സിനിമ. അതിന്റെ അഭിനേതാക്കളാവട്ടെ, എല്ലാ മേഖലയിലും, എഡിറ്റിങ്ങും അതുപോലുള്ള മറ്റെല്ലാ മേഖലയിലും മികവുറ്റ ഒരു വളരെ നല്ല ഒരു സിനിമ എന്ന പേര് നേടിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സെൻസർ ബോർഡിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ കോടതിയുടെയോ ഒക്കെ അനുവാദത്തോടു കൂടിയിട്ട് നിയമാനുസൃതം നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന ആ സിനിമ കേരളത്തിൽ അത് പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ട് വലിയ തോതിൽ നമ്മുടെ നാട്ടിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഒരർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ അപ്പസ്തോലന്മാരെന്ന് ഇടയ്ക്കിടെ വിളിച്ചു കൂവുന്നവർ, അതിൽ മേനി നടിക്കുന്നവർ, അതിനുവേണ്ടി വലിയ തോതിലെ വായിട്ടടിക്കുന്നവർ, അവര് കേരള സ്റ്റോറിക്ക് പ്രദർശിപ്പിക്കാൻ പാടില്ല, അതിവിടെ കാണിക്കാൻ പാടില്ല എന്ന നിലപാടായിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യാനുസരണം ജനങ്ങൾ മുന്നോട്ട് വന്ന് കേരളത്തിലെ പല തിയേറ്ററുകളിലും അത് കാണിച്ചു. ഒരുപാട് ആൾക്കാർ അത് കണ്ടു. ഇവരുടെ ഒക്കെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പല തിയേറ്ററുകളും അത് പ്രദർശിപ്പിച്ചു. അതിന്റെ ഇപ്പൊ ദൂരദർശനിൽ ഇപ്പോഴുള്ള എതിർപ്പ് അതിന്റെ കാരണം എന്താ? ഒരു വർഷം പിന്നിട്ട് ദൂരദർശൻ കേരള സ്റ്റോറി കാണിക്കാൻ തീരുമാനിച്ചു. ദൂരദർശൻ കാണിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു സിനിമയല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കണ്ട ഒരു സിനിമയാണ്. 230 കോടിയോളം രൂപ കളക്ട് ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സിനിമ. ആ സിനിമ ദൂരദർശൻ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അത് കാണിക്കണം. അപ്പോ അതിനെന്താണ് ഒരു അസ്വസ്ഥത എന്തിനാണ്? കേരളത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പ്രണയ കെണിയിൽപ്പെടുത്തി ഇതുപോലെ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിൽപ്പെടുത്തി തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങൾ ഒട്ടനവധി കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയെ, ഒരു സംഭവത്തെ അല്ലെങ്കിൽ വിവിധങ്ങളായ സംഭവങ്ങളെ അഭ്രപാളിയിൽ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ പൊതുസമൂഹത്തിന് ഒരു ജാഗരണം കൂടി ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ സിനിമ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമയെ എതിർക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ തികച്ചും രാഷ്ട്രീയമാണ് എന്ന് കാണാൻ യാതൊരു സംശയം വേണ്ട. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സിനിമയെ എതിർക്കുന്നത്. ഈ സിനിമയെ എത്ര കണ്ട് ശക്തമായി എതിർക്കുന്നോ അത്ര കണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പിന്തുണ തങ്ങൾക്ക് കിട്ടും എന്നുള്ള ആ ബോധ്യത്തിലാണ്, ആ ഒരു ചിന്താഗതിയുടെ ആണ് ഇവർ രണ്ടുകൂട്ടരും. ഇപ്പോ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും മത്സരിച്ചാണ് ഈ സിനിമയെ എതിർക്കുന്നത്. എം.വി. ഗോവിന്ദൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നു. എന്തർത്ഥത്തിലാണ് പരാതി കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതർത്ഥത്തിലാണ് അത് നിയമവിരുദ്ധമാവുക ഈ സിനിമ കാണിച്ചാൽ? അപ്പൊ ഇതൊക്കെ ഒരു തരം ജാടയാണ്. അവർക്കറിയാം ഇതൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഈ കാര്യത്തിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഏത് കാര്യത്തില്? ഈ നാട്ടിലെ സംഘടിതരായിട്ടുള്ള ഒരു ശക്തമായ 10-30% വോട്ടുള്ള ഒരു മതവർഗീയ ശക്തിക്ക് വേണ്ടി പിന്തുണയ്ക്കുന്ന അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവര് ഞങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള മത്സരമാണ്. വികൃതമായ നികൃഷ്ടമായ മത്സരം. ആ മത്സരമാണ് ഇവിടെ ഇടതു വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള സ്റ്റോറി സിനിമയ്ക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. യാഥാർത്ഥ്യം ജനങ്ങളിൽ എത്തുന്നത് കേരളത്തിലടക്കം വ്യത്യസ്ത സംസ്ഥാനം, ഇത് കേരള സ്റ്റോറി എന്നുള്ള പേരെന്തെന്ന് മാത്രമേ ഉള്ളൂ, കേരളത്തിലടക്കം മറ്റ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലാണ് അതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല.
മതവർഗീയ ശക്തികളെയും തീവ്രവാദ ശക്തികളെയും പിന്തുണയോടെ മത്സരിക്കുന്നവരാണ് ഇവർ രണ്ടു കൂട്ടരും. നമ്മൾ കണ്ടതാണ് SDPIയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേപോലെ തന്നെ CPMന്റെ പക്ഷത്തുള്ളത് INL അടക്കമുള്ള മത തീവ്രവാദ ശക്തികളും വർഗീയ ശക്തികളുമാണ്. അപ്പോ ഈ രണ്ടു കൂട്ടരും ഈ മതവർഗീയ വിഭാഗത്തെ പ്രീണിപ്പിക്കാനും അവരുടെ പിന്തുണ നേടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനവും പ്രചരണമാണ്. അത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പാലസ്തീൻ വിഷയത്തിൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ നമ്മൾ കണ്ടു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ, അത് മുത്തലാഖിന്റെ വിഷയമാകട്ടെ, ശരീഅത്തിന്റെ വിഷയമാകട്ടെ, ഏകീകൃത സിവിൽ കോഡിന്റെ വിഷയമാകട്ടെ, സർവോപരി രാമപ്രതിഷ്ഠയുടെ കാര്യത്തിലാവട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ ഈ രണ്ട് മുന്നണികളും ഒരു മതവർഗീയ ശക്തിയുടെ പിന്തുണയ്ക്ക് വേണ്ടി പരസ്പരം ഇവിടുത്തെ ദേശീയ താല്പര്യത്തെയും രാഷ്ട്ര സുരക്ഷയെയും ബാധിക്കുന്ന ആ സംഭവങ്ങളോട് എതിർദിശയിലും അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയെ എതിർക്കുന്നത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ഈ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് മൊത്തം 30% വരുന്ന ഒരു സംഘടിത വിഭാഗത്തിന്റെ വോട്ട് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ അതാണ് പ്രാഥമികമായിട്ട് ഈ വിഷയത്തിൽ എനിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്.